ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഫൈനൽ പാർട്ടാണ്. ഈ പാർട്ടോട് കൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ആദ്യം പറയുന്ന പോയിൻ്റ് എന്താണ്? ഫിനാൻഷ്യൽ സർവീസാണ്. ഈ ഫിനാൻഷ്യൽ സർവീസ് എവിടെ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്? അതായത് നമ്മൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ എലമെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു എലമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ആണല്ലോ. ഫിനാൻഷ്യൽ കൺസെപ്റ്റുകൾ എന്താണ് എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ബാക്കി എല്ലാ എലമെൻസുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോയിട്ടുണ്ട് എലമെൻറ്റുകൾ എന്താണെന്നുള്ളത്. 4ഓളം എലമെൻറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. അതിലൊരു എലമെൻ്റാണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റുകൾ ഏതൊക്കെയാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് 4ാമത്തെ എലമെൻ്റാണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇനി എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇസ് എ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ഫിനാൻഷ്യൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് എല്ലാം ഫിനാൻഷ്യൽ സർവീസുകളാണ്. അതായത് സേവിങ്സിനെ ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ആണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവർക്ക് അല്ലെങ്കിൽ റിവാർഡ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന് ഒരു റെമ്യൂണറേഷൻ കിട്ടും അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സും ലോയേഴ്സും എല്ലാം ചെയ്യുന്നത് എന്താണ്? സർവീസ് ആണല്ലേ. നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കുക എന്ന് പറയുന്നത് നമുക്ക് തരുന്ന സർവീസാണ് അല്ലേ. നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന, അല്ലെങ്കിൽ കാണുകയും കേൾക്കുകയും മാത്രം ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ മേടിച്ചുകൊണ്ട് വരാൻ പറ്റുമോ അവരുടെ സർവീസ്? ഇല്ല, അത് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ എന്താണ്, അവർക്ക് അതിനൊരു പ്രതിഫലം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എനി സർവീസ് ടു ഗെറ്റിംഗ് റിവാർഡ് ഇൻ ദ ടേംസ് ഓഫ് ഫിനാൻസ് ഓർ മണി എന്നുള്ളതാണ്. അതായത് ഡോക്ടർ ചെയ്യുന്ന ജോലിക്ക് എന്ത് കിട്ടുന്നു? റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ആ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാത്തിനെയും ഫിനാൻഷ്യൽ സർവീസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ ഫിനാൻഷ്യൽ സർവീസിനെ 2 രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫീ ബേസ്ഡ് സർവീസ് ആൻഡ് ഫണ്ട് ബേസ്ഡ് സർവീസ് ആണല്ലോ. ഫീ ബേസ്ഡ് സർവീസും അതുപോലെ തന്നെ ഫണ്ട് ബേസ്ഡ് സർവീസ്. ഫീ ബേസ്ഡ് സർവീസിനെ വീണ്ടും 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെർച്ചൻ്റ് ബാങ്കിങ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ്. ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ്? മെർച്ചൻ്റ് ബാങ്കിങ് ആണ്. ഇവിടെ മെർച്ചൻ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബാങ്കിങ് ആക്ടിവിറ്റി അല്ല. ആക്ച്വലി എന്തല്ല, അതൊരു നോൺ ബാങ്കിങ് ആക്ടിവിറ്റിയാണ് മെർച്ചൻ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ കയ്യിലാണോ ഫണ്ട് ഉള്ളത്, അതായത് എ മെർച്ചൻ്റ് ബാങ്കർ ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി who helps to mobilize and transfer capital from those who possess it to those who നീഡ് ഇറ്റ്. അതായത് ആരുടെ കയ്യിലാണോ ഫണ്ട് ഉള്ളത്, ആളുടെ കയ്യിൽ നിന്ന് ആർക്കാണോ ഫണ്ട് ആവശ്യമായിട്ടുള്ളത് ആളിലേക്ക് ഫണ്ട് എത്തിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മെർച്ചൻ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവരെ 2 പേരെയും കണക്ട് ചെയ്ത് കൊടുക്കുന്ന ആളാണ് മെർച്ചൻ്റ് ബാങ്കർ എന്ന് പറയുന്നത്. ഒരാൾക്ക് ഫണ്ട് ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. ആ ആവശ്യമുള്ള ആളെയും ആരാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് പോകുന്നത് അവരെ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. ഇവിടെ ബാങ്കിങ് ആക്ടിവിറ്റി അല്ല എന്ത് ചെയ്യുന്നത്, നോൺ ബാങ്കിങ് ആക്ടിവിറ്റിയാണ് ഈ ഒരു മെർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നത്. മെർച്ചൻ്റ് ബാങ്കിങ് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു സെൻറ്റൻസ് ഓർത്ത് വെച്ച് എഴുതുക. ദ മെർച്ചൻ്റ് ബാങ്കേഴ്സ് മിയർലി ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി. ഇറ്റ്സ് മെയിൻ ജോബ് ഈസ് ടു ട്രാൻസ്ഫർ ക്യാപിറ്റൽ ഫ്രം എവിടെ നിന്നാണ്? ദോസ് ഹൂ ഓൺ, ആരുടെ കയ്യിലാണുള്ളത്, ഇറ്റ് ടു ദോസ് ഹൂ നീഡ്, ആർക്കാണോ ആവശ്യം. ആരുടെ കയ്യിലാണുള്ളത്, ആർക്കാണോ ആവശ്യം ആ ആളിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുക മാത്രമാണ് ആര് ചെയ്യുന്നത്? ഈ ഒരു മെർച്ചൻ്റ് ബാങ്കർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടെ ഞാൻ പറയുന്നുണ്ട് ആർക്കാണോ ആവശ്യം, ഇയാൾക്കാണ് ആവശ്യം, ഇതാണ് നമ്മുടെ മെർച്ചൻ്റ് ബാങ്കർ എന്ന് പറയുന്നത്. ആൾ എന്ത് ചെയ്യുന്നു? ആരുടെ കയ്യിലാണ് ഉള്ളത് ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ആൻഡ് ഉള്ള ആൾ ആർക്കാണ് ആവശ്യം ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്, നമ്മുടെ മെർച്ചൻ്റ് ബാങ്കിങ്ങിൽ ചെയ്യുന്നത്. ഇതൊരു നോൺ ബാങ്കിങ് ആക്ടിവിറ്റിയാണ്. ഇതൊരു ബാങ്കിങ് ആക്ടിവിറ്റി അല്ല, നോൺ ബാങ്കിങ് ആക്ടിവിറ്റിയാണ്.
രണ്ടാമത് പറയുന്നതാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രോക്കേഴ്സാണ്, ഇവിടെയുള്ള ബ്രോക്കേഴ്സാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ബ്രോക്കേഴ്സാണ് ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് നടത്തുന്നതെന്ന് പറയുന്നത്. ഇവിടെ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഉണ്ടായിരിക്കും. ഈ ഇൻവെസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിൻ്റെയും ഇടയിലുള്ള ഇൻ്റർമീഡിയറിയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് ബ്രോക്കർ എന്ന് പറയുന്നത്. ആർക്കാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, ആൾ ആരെ കോൺടാക്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യുന്നു, ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, ഇവിടെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആരാണ് സ്റ്റോക്ക് ബ്രോക്കർ എന്നുള്ളത് പറയുന്നുണ്ട്. ആരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ദേ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പേഴ്സാണ് ഇവരെന്ന് പറയുന്നത്. ദേ ബൈ സെൽ ഓർ ഡീൽ ഇൻ സെക്യൂരിറ്റി. അവർ എന്ത് ചെയ്യുന്നു, ബൈയിങ്ങും സെല്ലിങ്ങും അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ഡീലിംഗ് നടത്തുന്നു. അതുപോലെ തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെബിയിൽ നിന്ന് എന്താണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം ഈ ഒരു ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഈ ഒരു ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ, റീപേയിങ് കപ്പാസിറ്റി എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. അതായത് ഒരു കമ്പനിക്ക് കടം കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചടയ്ക്കാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എബിലിറ്റി ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ കമ്പനി റീപേയ്മെൻറ്റ് നടത്തുമോ എന്നുള്ള കാൽക്കുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്തിലൂടെ ചെയ്യുന്നത്, ക്രെഡിറ്റ് റേറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് റേറ്റിംഗ് മീൻസ് ഗിവിങ് ആൻ എക്സ്പേർട്ട് ഒപ്പീനിയൻ ഓഫ് എ ഫേം എബിലിറ്റി ടു റീപേ ദ ഡെപ്റ്റ്. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ എന്താ ചെയ്യുന്നത്, എന്താ ചെക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്, എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുകയാണ്. എന്തിനെക്കുറിച്ച്, ഒരു ഫേമിനെ കുറിച്ച്. അതായത് അവർ റീപേയ്മെൻറ്റ് നടത്താനായിട്ട്, കടം കൊടുത്താൽ തിരിച്ചടയ്ക്കാനുള്ള കഴിവ് അവർക്കുണ്ടോ എന്നുള്ളതാണ് അവിടെ നടത്തുന്നത്. ആൻഡ് അതിലും ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ആ കമ്പനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഞാൻ 1,00,000 രൂപ കൊടുത്താൽ അതിന് റീപേ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ള എന്താ പറയുന്ന, അല്ലെങ്കിൽ അതിനെ മെഷർമെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ക്രിസിൽ പോലെയുള്ള എന്താ പറയുന്ന സ്ഥാപനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ ഏബിൾ ആണോ എന്നുള്ളത്, ഡെപ്റ്റ് പേയ്മെൻറ്റ് റീപേ ചെയ്യാനായിട്ട് ഏബിൾ ആണോ എന്നുള്ളത് നോക്കുന്നത് ഇവരൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫണ്ട് ബേസ്ഡ് സർവീസസ് ആണ്. ഫണ്ട് ബേസ്ഡ് സർവീസസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 10 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 10 പോയിൻറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഫണ്ട് ബേസ്ഡ് സർവീസസിന്. ഏതൊക്കെ സർവീസസുകളാണ്, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നോക്കാം അല്ലേ. ഫാക്ടറിങ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കടമായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ടായിരിക്കും, റെഡി ക്യാഷ് തന്ന സാധനങ്ങൾ മേടിക്കുന്ന ആളുകളുണ്ടായിരിക്കും അല്ലേ, ക്രെഡിറ്റ് സെയിൽസും കാണും ഇല്ലേ. അപ്പോൾ ഈ ക്രെഡിറ്റ് സെയിൽസ് ഒത്തിരി ആയി കഴിയുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്യാഷ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് എമൗണ്ട് കിട്ടാനായിട്ട് കമ്പനിക്ക് ഒത്തിരി ആയി കഴിയുന്ന സമയത്ത് അതൊരു ഡിഫിക്കൽട്ടായിട്ട് മാറും. അത് ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. ആ സമയത്ത് ഫേം എന്ത് ചെയ്യും, ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യും. ആ ആളെന്ന് പറയുന്നത് ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് ഫേമിൻ്റെ ക്രെഡിറ്റ് കളക്ട് ചെയ്യാനായിട്ട് ഫേം അപ്പോയിൻറ്റ് ചെയ്യുന്ന ഏജൻറ്റാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഇവരെന്ത് ചെയ്യും, ഈ എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അല്ലെങ്കിൽ ഫേമിൻ്റെ പകരം എന്ത് ചെയ്യുന്നു, ഈ ആൾ ആ ഒരു ക്രെഡിറ്റ് കൊണ്ടുപോയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ച് മേടിക്കുന്നു. അതായത് ഫേമിന് പകരമായിട്ട് വേറൊരാൾ മേടിക്കുക എന്നുള്ളതാണ് ഫാക്ടറിങ് സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറി ചെയ്യുന്ന സർവീസാണ് ഫാക്ടറിങ് സർവീസ് എന്ന് പറയുന്നത്. അതായത് ഫോംസ് ഹെൽപ്പ് ദ ഫോം ഇൻ മാനേജിങ് ദെയർ റിസീവബിൾസ് ബെറ്റർ. അവരുടെ റിസീവബിൾസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഫോമിന് പകരമായിട്ട് കടം കൊടുത്തിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ തിരിച്ച് മേടിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഫാക്ടർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതിന് റീസണബിൾ ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യും, ഫോം അവർക്ക് കൊടുക്കുകയും ചെയ്യും. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ റെപ്രസെൻറ്റ്സ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഹൈലി റിസ്കി പ്രൊജക്റ്റ്. അതായത് നല്ല രീതിയിൽ റിസ്ക് ഉള്ള പ്രൊജക്റ്റ്, ഹൈലി റിസ്കി പ്രൊജക്റ്റ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഏർണിംഗ് ഹൈ റിട്ടേൺ. അതായത് ഹൈ റിസ്കിനും അതുപോലെ തന്നെ ഹൈ
റിട്ടേണും ചാൻസ് ഉള്ള പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ് ഐഡിയാസ് ആണ് ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിലേക്ക് ഫിനാൻസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് ദ ഫിനാൻസിങ് ഓഫ് ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നോളജീസ്. പുതിയ പുതിയ ടെക്നോളജീസും അതുപോലെ തന്നെ പുതിയ പുതിയ ഐഡിയാസിനുമാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻസ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വെഞ്ചേഴ്സ് പ്രൊമോട്ടഡ് ബൈ ടെക്നിക്കലി ഓർ പ്രൊഫഷണലി ക്വാളിഫൈഡ് ബട്ട് അൺപ്രൂവൺ ഓൺട്രപ്രണേഴ്സ്. അതായത് ഇവർ ഓൺട്രപ്രണേഴ്സ് ആയിരിക്കും, പക്ഷേ ഇതിന് മുൻപ് ഒരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളായിരിക്കും, ബിസിനസ് ചെയ്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഹൈ എമൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് റിസ്ക് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ആരും എന്ത് ചെയ്യില്ല, മുന്നോട്ട് വരില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് ഹൈ റിസ്ക്കും ഹൈ റിട്ടേണും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രൊജക്റ്റുകളിലേക്ക് ഫിനാൻസ് ചെയ്യുകയാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഈ ഒരു ഫോർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിൽ ഉണ്ടാവുന്നതാണ്. ഫോർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫാക്ടറിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലേ, അത് നോർമൽ ട്രേഡിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അതായത് അങ്ങനെ റിസീവബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചെടുക്കുക നോർമൽ ട്രേഡിൽ നടക്കുന്ന കാര്യമാണ്. ഇത് ഇൻ്റർനാഷണൽ ട്രേഡിൽ നടക്കുന്ന കാര്യമാണ് ഫോർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോർ ഫൈറ്ററായിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ 4 പാർട്ടീസാണ് വരുന്നത്. ഈ 4 പാർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് എക്സ്പോർട്ടർ, അതുപോലെ തന്നെ ഇമ്പോർട്ടർ. ഇതാണ് എക്സ്പോർട്ടർ ആൻഡ് അതുപോലെ തന്നെ ഇമ്പോർട്ടർ വരുന്നുണ്ട്. ഫോർ ഫൈറ്റർ, ആ ആക്ടിവിറ്റി ചെയ്യുന്ന ആളാണ് ഫോർ ഫൈറ്റർ. അതുപോലെ തന്നെ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടറുടെ ബാങ്കാണ് വരുന്നത്. ഈ 4 പേരാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന ആളുകളെന്ന് പറയുന്നത്. അതായത് ഇൻ്റർനാഷണൽ ആയിട്ട് ട്രേഡ് നടക്കുന്ന സമയത്ത് ബിൽ ഡിസ്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പോർട്ടറും അതുപോലെ തന്നെ ഇമ്പോർട്ടറും തമ്മിൽ എന്തുണ്ടാവും, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവും. എക്സ്പോർട്ടറും ഫോർ ഫൈറ്ററും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാവും. ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ബിൽ റിസീവബിൾസ് ഡിസ്കൗണ്ട് ചെയ്യാം എന്ന് എക്സ്പോർട്ടർക്ക് കൊടുക്കുന്ന ഉറപ്പാണ് ഈ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇനി നോർമൽ ട്രാൻസാക്ഷൻ നടക്കുകയാണ്. അതായത് എക്സ്പോർട്ടർ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടർക്ക് ഗുഡ്സ് കൊടുക്കുകയാണ് ചെയ്യണത്. ഇവിടെ ഇമ്പോർട്ടർ എന്ത് ചെയ്യുന്നു, ബിൽ റിസീവബിൾസ് എക്സ്പോർട്ടർക്ക് കൊടുക്കുന്നു. ക്യാഷിന് പകരം ബിൽ റിസീവബിൾസ് ആണ് ഇമ്പോർട്ടർ എക്സ്പോർട്ടർക്ക് കൊടുക്കുന്നത്. ക്യാഷ് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻ്റ് എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ടർ ഫോർ ഫൈറ്റർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ബേസിസിൽ ഫോർ ഫൈറ്റർ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ടർക്ക് ഒരു അഡ്വാൻസ് എമൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുക. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്, ഇമ്പോർട്ടർ ക്യാഷ് കൊടുത്തോളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇതെല്ലാം വരുന്നത്. എക്സ്പോർട്ടർക്ക് ആ ഒരു അഡ്വാൻസ് എമൗണ്ട് ആര് കൊടുക്കുന്നു, ഫോർ ഫൈറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റേജിൽ ഈ ഡോക്യുമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു, ഫോർ ഫൈറ്റർ ഇമ്പോർട്ടറുടെ ബാങ്കിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇമ്പോർട്ടർ ഡയറക്റ്റ് ആയിട്ട് എക്സ്പോർട്ടർക്കല്ല ക്യാഷ് കൊടുക്കുന്നത്, ഇമ്പോർട്ടർ ബാങ്കിലേക്ക് ക്യാഷ് കൊടുക്കുന്നു. ബാങ്ക് വഴി ഫോർ ഫൈറ്റർക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നത് എക്സ്പോർട്ടറും ഇമ്പോർട്ടറും ആണ് എന്നുണ്ടെങ്കിലും അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കുന്നതും പിന്നീട് ക്യാഷ് കിട്ടുന്നതും ഒക്കെ ഫോർ ഫൈറ്റർക്കാണ്. അദ്ദേഹമാണ് അവിടെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു ആക്ടിവിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത്, ഫോർ ഫൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. വളരെ നല്ല ഷോർട്ടായിട്ട് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷനുമാണ്. അടുത്ത് പറയുന്നതാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്ന സമയത്ത് 2 പാർട്ടീസാണ് ഉണ്ടാവുക. ലെസ്സറും അതുപോലെ തന്നെ ലെസ്സിയും എന്ന് പറയുന്ന 2 പാർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. ഈ 2 പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് ലീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു എക്യുപ്മെൻറ്റ് വേറൊരാളുടെ കയ്യിലുണ്ട്. പൈസ കൊടുത്ത് മേടിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് ലീസിനെടുക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഓണർ എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും ആണ് എൻ്റെ ഓണർ എന്ന് പറയുന്നത്. അദ്ദേഹം ലെസ്സറും അതുപോലെ ഞാൻ ലെസ്സിയുമാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് എന്ത് ചെയ്യുന്നു, ഞാനത് ഉപയോഗിക്കാനായിട്ട് എടുക്കുന്നു. എനിക്കിവിടെ ഓണർഷിപ്പും കാര്യങ്ങളൊന്നും കൺവേ ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല. ഇവിടെ എന്താണ്, റെൻറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് കാലത്തേക്ക് അത് ഉപയോഗിക്കാനായിട്ട് മേടിക്കുന്നതാണെങ്കിൽ അതിനെയാണ് ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. 2 പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് ഈ ഒരു ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. ഇതിന് മുൻപ് പല ക്ലാസ്സിലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് എന്താണ് ലീസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്.
ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട്, അതായത് ലീസിൻ്റെ വേറൊരു അല്ലെങ്കിൽ ലീസ് എങ്ങനെയായിരുന്നോ മീനിങ് ഉണ്ടായിരുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ലീസിൽ എങ്ങനെയായിരുന്നോ നമ്മൾ റെൻറ്റൽ എമൗണ്ട് കൊടുത്തുകൊണ്ട് സാധനം ഉപയോഗിക്കാനായിട്ട് മേടിക്കുന്ന ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല. പക്ഷേ ഹയർ പർച്ചേസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനം എടുക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു TV മേടിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് കൊടുത്തു, ഫസ്റ്റ് പേയ്മെൻറ്റ് ഞാൻ കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഉപയോഗിക്കാനായിട്ടുള്ള റൈറ്റ് കിട്ടി, പക്ഷേ ഓണർഷിപ്പ് എനിക്ക് കിട്ടുന്നില്ല, എനിക്കവിടെ ഓണർഷിപ്പ് കിട്ടുന്നില്ല. പക്ഷേ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതോടുകൂടി എനിക്ക് എന്ത് കിട്ടുന്നു, ആ ഒരു ഓണർഷിപ്പ് കിട്ടുന്നു, എനിക്കത് ഉപയോഗിക്കാനും പറ്റും, അത് എൻ്റേതായി മാറുകയും ചെയ്തു. പക്ഷേ ലീസ് ഫിനാൻസിങ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു, ആ ഒരു പേയ്മെൻറ്റ് അവസാന പേയ്മെൻറ്റും കൊടുത്തു എന്നുണ്ടെങ്കിൽ പോലും ഓണർഷിപ്പ് എനിക്ക് കിട്ടുന്നില്ല. ഓണർ എപ്പോഴും പഴയ ആൾ തന്നെ ആയിരിക്കും, എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. ഹയർ പർച്ചേസിൽ നേരെ തിരിച്ചാണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോൾ എനിക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് കിട്ടുന്നു, ആൻഡ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എനിക്ക് എന്ത് കിട്ടുന്നു, അത് എൻ്റേതായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഹയർ പർച്ചേസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ബുക്ക് ബിൽഡിംഗ്. ഈ ഒരു ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഷെയറിൻ്റെ പ്രൈസ് എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, അതായത് ലേലം വിളിക്കുക എന്ന് പറയില്ലേ നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ബിഡ് ചെയ്യാമെന്ന് പറയില്ലേ. അതായത് പല ആളുകളും പല വിലകൾ എന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു വില ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഷെയറിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി പിന്നെ പറയുന്നതാണ് ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ. ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ പറയുന്നുണ്ട് സ്റ്റോക്ക്, അതേപോലെ തന്നെ ബോണ്ട്, ക്യാഷ് ഇക്വലൻസ്, ഇതിൻ്റെ എല്ലാം ഒരു കളക്ഷനാണ്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ഒന്നിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതെ പലതിനകത്തും എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അതിൻ്റെ ഒരു കളക്ഷനെയാണ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതാവുന്ന സമയത്ത് നമുക്ക് റിസ്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സ്റ്റോക്ക് എന്താ പറയുക നഷ്ടത്തിലേക്ക് പോവാണ്, അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് എന്ത് സംഭവിക്കും, നഷ്ടം സംഭവിക്കും. നേരെ മറിച്ച് ബോണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ക്യാഷ് ഇക്വലൻസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നഷ്ടം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നഷ്ടം വരാതെ ഒരു ഇക്വിലിബ്രിയത്തിൽ നമുക്ക് നിന്ന് പോവാനായിട്ട് സാധിക്കും. അതാണെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് അണ്ടർ റൈറ്റിംഗ്. നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുള്ള കാര്യമാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പബ്ലിക് നമ്മളിപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പോർഷൻ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ട്. അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, അലോട്ട്മെൻറ്റുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എത്രയാണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പബ്ലിക് അത് മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അത്രയും പോർഷൻസ് മേടിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു ഉറപ്പാണ് അണ്ടർ റൈറ്റിംഗിൽ നടക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, കമ്മീഷൻ കിട്ടുന്നുണ്ട്. ഇവർ പിന്നീട് അത് എന്ത് ചെയ്യും, ലാഭത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബൾക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഷെയർസ് അല്ലാണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഇവർ തന്നെ എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു. അതിൻ്റെ മേലെ അവർക്ക് കമ്മീഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് ക്രെഡിറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്, കമ്പനി എ ഹാസ് എ ലോൺ വിത്ത് എ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ്. കമ്പനിക്ക് ഒരു വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ ഉണ്ട് കമ്പനി എക്ക്. കമ്പനി ബിക്ക് ആണെങ്കിൽ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിലും ഒരു ലോൺ ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് തീരുമാനിച്ചു, അവർ എഗ്രി ചെയ്തോ, രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. എക്ക് ഉണ്ടായിരുന്നത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഇനി മുതൽ അവർ പേ ചെയ്യാനായിട്ട് പോകുന്നത് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റും, ബി പേ ചെയ്യാനായിട്ട് പോകുന്നത് വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റും ആയിരിക്കും. ഇവരെന്ത് ചെയ്യുന്നു, ആ ഒരു പേയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇൻട്രസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഇനി പറയുന്നതാണ് മ്യൂച്വൽ ഫണ്ട്സ്. ഏറ്റവും ലാസ്റ്റത്തെയാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. എന്താണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട്സിൽ ഇത്രയാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആർ ദ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറീസ് വിച്ച് മൊബിലൈസ് സേവിങ്സ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ഇൻവെസ്റ്റ് ദം ഇൻ ടു എ മിക്സ് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അതായത് ആളുകളിൽ നിന്ന് എന്ത് കളക്ട് ചെയ്യുന്നു, എമൗണ്ട് കളക്ട് ചെയ്യുകയും അത് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്, ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്തു, ഒരു
8%ഓളം പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ഒരു കാര്യത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരത് വീണ്ടും എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യണം. അതിനകത്തുനിന്നൊരു 10% എല്ലാം എന്ത് കിട്ടുന്നു, പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2% ആരെടുക്കും, ഇവരെടുക്കും. ബാക്കിയായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ഈ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. അതാണ് മ്യൂച്വൽ ഫണ്ട്സിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് എന്ന് പറയുന്നത് ആണല്ലോ. ഈ 10 കാര്യങ്ങളാണ് ഫണ്ട് ബേസ്ഡ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഗ്രോത്ത് ഓഫ് ദി ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇവിടെ പറയുന്നുണ്ട് ആദ്യം എങ്ങനെയായിരുന്നു പിന്നീട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ആദ്യം എങ്ങനെയായിരുന്നു, ഇന്ത്യ വാസ് നോട്ട് ഏബിൾ ടു ഡെവലപ്പ് എ സ്യൂട്ടബിൾ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ദ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നില്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട്, അതായത് ആദ്യം എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളതായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു, ഇൻഡിപെൻഡൻസിന് ശേഷം എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ് ആസ് എ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷം എന്ന് മാത്രമല്ല, റിസർവ് ബാങ്ക് വന്നതിന് ശേഷം എന്ത് ചെയ്തു, കുറച്ചും കൂടെ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫിനാൻഷ്യൽ സിസ്റ്റം വരാനായിട്ട് തുടങ്ങി. പിന്നെ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം, ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ഒരു മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്തുണ്ടായി, നാഷണൽ ഓവറോൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടിയാണ്. അതായത് ബാങ്കിങ് സെക്ടറിൻ്റെ ഡോമിനൻസ്, അതുപോലെ തന്നെ നോൺ ബാങ്കിങ് സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടായ സമയം അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത്, അതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തുണ്ടായിട്ടുണ്ടായിരുന്നത്, ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് കാരണങ്ങൾ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന അടുത്ത പോയിൻ്റാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ, നോട്ട് നിരോധനമാണ് അല്ലേ. നമ്മൾ എന്താ പറയുന്നത്, ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു നോട്ട് നിരോധനം എന്ന് പറയുന്നത് അല്ലേ. പലതരത്തിലുള്ള എന്താ പറയുന്നത് കള്ളത്തരങ്ങളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള നോട്ട് നിരോധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫേക്ക് കറൻസീസ്, അതുപോലെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്, ടെററിസം പോലെയുള്ള ആക്ടിവിറ്റീസിനെല്ലാം എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കറൻസീസ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടായിരുന്നത്, ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എന്തൊക്കെ വീക്ക് പോയിന്റുകളാണ് ഉള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ജസ്റ്റ് വായിച്ചാൽ പോലെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു പോയിന്റിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇവിടെ 4-3 കഴിഞ്ഞിട്ടുള്ള കുറച്ച് നമ്മൾ നോട്ട് ചെയ്തിട്ടില്ല, അത് വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ഡോമിനൻസ് ഓഫ് മൊണോപ്പൊളി എന്ന് പറയുന്നത് ഒരു പോയിൻ്റാണ്. അതേപോലെ ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്, അത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന പോയിൻറ്റ്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. 1, 2, 3 പാർട്ടുകളായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ.